ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ തൊഴുത്തിലെ പശുക്കളുടെ ചാണകം കൊണ്ടുപോകുന്നതാണ് കാണിക്കണത്. അപ്പോൾ പച്ച ചാണകമാണ്, ചാക്കിലാക്കി കെട്ടിവെച്ചതാണ് കൊണ്ടുപോകണത്. അപ്പോൾ നമുക്കതിന് പൈസയൊന്നും കിട്ടണില്ല കേട്ടോ. പൈസയ്ക്ക് ആവശ്യമില്ല എന്നിട്ടല്ല, പക്ഷേ ചെറിയ സ്ഥലത്ത് നമ്മൾ പശുക്കളെ വളർത്തുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ചാണകം കൊണ്ടുപോകാത്തത്. അല്ലെങ്കിൽ ആർക്കും ആവശ്യമുണ്ട്, ആരും അത് എടുക്കാൻ വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കത് ഉണക്കി പൊടിച്ച് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള സ്ഥലമില്ല. അഥവാ ആ സ്ഥലത്ത് ചെയ്താലാണെങ്കിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും അത് മണമാണ്, കൊതുകാണെന്നൊക്കെ പറഞ്ഞു വരുന്നത് കൊണ്ട് നമ്മളത് ചെയ്യാറില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ചാണകം തരാം, നിങ്ങൾ വന്ന് ഇതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ. അപ്പോൾ ആദ്യമൊന്നും ചാണകമൊന്നും വലിയ പ്രശ്നങ്ങളല്ലായിരുന്നു നമുക്ക്, നമ്മൾ പാടത്ത് കൊണ്ടുപോകുന്ന കാലത്ത്. ഇപ്പോൾ വീട്ടിൽ നിൽക്കണോടുകൂടി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. അപ്പോൾ സാധാരണക്കാരൻ 2 പശുവിനെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സമരമായിട്ടും അല്ലെങ്കിൽ കേസ് കൊടുത്തും ആ സംരംഭങ്ങളെ പൂട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലത്തെ പുതിയൊരു രീതി. പലരും അത് അനുഭവിച്ചതിൽ നിന്ന് പിൻവാങ്ങിയതായിട്ട് എനിക്കറിയാൻ പറ്റും. പക്ഷെ അവരുടെ വീട്ടിലൊക്കെ നല്ല ചായ കുടിക്കണമെങ്കിൽ, കുട്ടികൾക്ക് നല്ല പാല് കൊടുക്കണമെങ്കിൽ ഒക്കെ അവർക്ക് പാക്കറ്റ് പാലിനേക്കാൾ ഇഷ്ടം കർഷകരുടെ നിന്ന് നേരിട്ട് വാങ്ങുന്ന പാലാണ്. പക്ഷെ പശു വളർത്തുന്നതിനാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ഇട്ട ചാണകം അപ്പം തന്നെ ചാക്കിലാക്കി കെട്ടി വെച്ച് അട്ടിയിട്ട് വയ്ക്കും. ആദ്യമൊക്കെ പശുക്കളെ പാടത്ത് കൊണ്ടുപോയിട്ടായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ തൊഴുത്തിൻ്റെ തൊട്ട് പിന്നിൽ ചേട്ടൻ്റെ എൻ്റെ സ്ഥലമായിരുന്നു. അവരത് കൊടുത്തപ്പോൾ അവിടെ ഒരു മതിൽക്കെട്ട് വന്നതോടുകൂടി നമുക്ക് പാടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ടായി. പാടത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പകലൊക്കെ അവരവിടെയും, രാത്രിയിലെ ചാണകം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ അതാണ് ഫുൾ ടൈം വീട്ടിലായതോടുകൂടി നമുക്ക് ചാണകം വലിയൊരു വിഷയമായി.